കുട്ടിക്കാലം മുതലേ സിനിമകളൊക്കെ കാണുമ്പം CBI, ഇൻ്റലിജൻസ് ബ്യൂറോ എന്നീ പറയുന്ന വിഭാഗത്തിലേക്ക് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കാറില്ലേ? എങ്ങനെയാണ് നമുക്ക് CBI അല്ലെങ്കിൽ IB പോലുള്ള ഈ പറയുന്ന കരിഷ്മാറ്റിക് ജോബുകളിലേക്ക് എത്താൻ സാധിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC CGL എക്സാമിനേഷൻ വഴി നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എത്താൻ സാധിക്കും. സോ SSC CGL നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ആർക്കൊക്കെയാണ് ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, ഏജ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന SSC CGL എക്സാമിനേഷൻ ആണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾ മിനിമം ഡിഗ്രി ക്വാളിഫൈ ചെയ്താൽ മതി. എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ സപ്ലൈ ഒക്കെ അടിച്ച് നിങ്ങൾ ജസ്റ്റ് പാസ്സായാലും മതി. നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് SSC CGL എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് എന്ന് വിചാരിക്കുക, നിങ്ങൾക്കും ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ SSC CGL എക്സാമിനേഷൻ എന്ന് മുതൽ അപ്ലൈ ചെയ്യാം? 9-ാം തീയതി മുതൽ നമുക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. അതായത് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 4-ാം തീയതിയാണ്. ജൂലൈ 4-ാം തീയതി വരെ SSC വെബ്സൈറ്റ് വഴി, സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ് SSC. സോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ssc.go.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജൂലൈ 4 വരെ അവർ ഡേറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീക്കിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം ലാസ്റ്റ് വീക്കുകളൊക്കെ ആകുമ്പോൾ സാധാരണഗതിയിൽ സൈറ്റ് ഡൗൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീക്കിൽ തന്നെ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു ഈ എക്സാമിനേഷൻ 4-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഡിഗ്രി മിനിമം പാസ്സായാൽ മതി, പെർസെൻറ്റേജ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇനി ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മുടെ ഏജ് ക്രൈറ്റീരിയ അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ഒരു പോസ്റ്റിന് മാത്രം 32 എന്ന് പറയുന്ന ഏജ് ക്രൈറ്റീരിയ ആണ്. ബാക്കി നമ്മളൊരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 30 വരെയുള്ളവർക്കാണ് ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സാലറി പാക്കേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ഡ്രീം പോസ്റ്റുകളാണ്. ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ, IB, മിനിസ്ട്രി ഓഫ് റെയിൽവേ, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെയാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറയുന്നത് ഇത്തവണ വിളിച്ചിരിക്കുന്നത് 14,582 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ 14,582 പോസ്റ്റുകൾ ഹ്യൂജ് ആണ്, ഹൈ പോസ്റ്റുകളാണ്. ഇത്രയും വേക്കൻസികളാണ് നമുക്ക് ഉള്ളത്. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ പറഞ്ഞു. ഇനി എന്നാണ് ഈ എക്സാമിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് എക്സാമിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അതായത് എക്സാമിനേഷൻ നമ്മൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ആവറേജ് എന്ന് പറഞ്ഞു. ഇനി ഇതിൽ ജനറൽ കാറ്റഗറിയുടെ പ്രായമാണ് ഈ 18 മുതൽ 30 വരെ എന്ന് പറയുന്നത്. ഓരോ വിഭാഗത്തിനും എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ നമ്മൾ കേരള PSC ഉള്ളതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ SSC നൽകുന്നുണ്ട്. അതായത് നമ്മൾ കാറ്റഗറി അനുസരിച്ച് SC ST കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നത് എങ്കിൽ 5 വർഷം വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആൻഡ് OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷവും. ഇനി നമ്മളുടെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറി ആണെങ്കിൽ 10 ഇയറുമാണ് നിങ്ങളുടെ എക്സ്റ്റൻഷൻ കിടക്കുന്നത്. സോ അതായത് നിങ്ങൾ OBC വിഭാഗത്തിൽ വന്നിരിക്കുന്ന ഫിസിക്കലി ഡിസേബിൾഡ് ആയ ഒരു പേഴ്സണാലിറ്റി ആണ്, നിങ്ങൾക്ക് മൊത്തം 13 വർഷത്തിൻ്റെ റിലാക്സേഷൻ ആണുള്ളത്. ഇനി SC ST വിഭാഗമാണെങ്കിൽ 15 ഇയേഴ്സ്. ഇങ്ങനെയാണ് നമുക്ക് ആ പാറ്റേണിൽ വന്നിരിക്കുന്നത്. അതായത് SC ST വിഭാഗത്തിൽ വരുന്ന ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സണാലിറ്റി ആണ് നിങ്ങൾക്ക് 15 വർഷം നിങ്ങൾക്ക് ഈ പാറ്റേൺ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എക്സ് സർവീസ് മെന്നിനും ഈ പറയുന്ന റിലാക്സേഷൻ ഉണ്ട്. സോ എല്ലാ ഗവൺമെൻറ് എക്സാമിനേഷൻസിനും ഉള്ള റിലാക്സേഷൻ പോലെ തന്നെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. അതായത് SC ST പോസ്റ്റുകൾക്ക് 5 വർഷം വരെ SC ST വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ദെൻ OBC വിഭാഗം 3 വർഷം. നല്ല ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമിനേഷൻ എന്നാണ് എന്നുള്ള കാര്യം മുൻകൂട്ടി SSC അറിയിക്കും. അതായത് നമ്മൾക്ക്
വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ജോലി നേടാം എന്നുള്ളതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പ്രത്യേകത. അതായത് കേരളത്തിലെ കുട്ടികൾക്ക് PSC എക്സാമുകളോട് വളരെ താല്പര്യം കൂടുതലാണ്. When we compare this PSC and SSC, PSCയും SSCയും കമ്പയർ ചെയ്യുമ്പോൾ SSC നൽകുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വർഷം ജോലിക്ക് കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നാണ് ഞാൻ ജോലിക്ക് കയറണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കൃത്യമായി SSC പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റിൽ തന്നെ എക്സാമിനേഷൻ നടത്തും. ആ ഡേറ്റിൽ തന്നെ അവർ ഈ പറയുന്ന എക്സാമിനേഷൻ റിസൾട്ടും വരും. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ജോലിക്ക് കയറാൻ സാധിക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അതായത് ഈ വർഷം നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 2026 ആകുമ്പോൾ നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പുതിയ പേ കമ്മീഷനും വരികയാണ്. സോ സാലറി ഡബിൾ ആകും എന്നുള്ളതാണ് പ്രധാന അഡ്വാൻറ്റേജ് വരുന്നത്. വെൽ, സോ നമുക്ക് നോക്കാം എന്താണ് പാറ്റേണുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. സോ നമുക്ക് പഠിക്കേണ്ട പാറ്റേണുകളിൽ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത്, നമുക്ക് ആകെ 4 സബ്ജക്റ്റുകളാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കേണ്ടത്. 4 സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എക്സാമിന്റെ ഫീസും കൂടി ഒന്ന് നോക്കാം. വെൽ, എത്ര രൂപ നമുക്ക് ഇതിനു വേണ്ടി കൊടുക്കണം എന്നുള്ളത്. സോ 100 രൂപ, ആൺകുട്ടികൾക്ക് 100 രൂപയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. PSC നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. SSC കുറച്ച് കരസ്മാറ്റിക് കോസ്റ്റ് ആയതുകൊണ്ട് ബോയ്സ് 100 രൂപയ്ക്ക് ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെയും ഗേൾസിന് SC ST കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, ദെൻ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, എക്സ് സർവീസ്മെന്, ഇവർക്ക് ആർക്കും ഫീസ് ഇല്ല. ഇവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലി ഫോർ ബോയ്സ് 100 rupees. ബോയ്സിന് മാത്രമാണ് 100 രൂപ ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മളുടെ കേരളത്തിൽ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എറണാകുളം, കോഴിക്കോട്, കൊല്ലം, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിലും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2 ടയറാണ് പ്രധാനമായിട്ടും വരുന്നത്. ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയറും. ഇതാണ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. OMR എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് വരുന്നത് ടയർ 1 എക്സാമിനേഷൻ ആണ് വരുന്നത്. ടയർ 1 എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഓഗസ്റ്റിലാണ് ഈ എക്സാമിനേഷൻ വരുന്നത്. പക്ഷേ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വളരെ 60 ദിവസമേ ഉള്ളൂ എങ്കിലും ടയർ 1 ക്വാളിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ടയർ 2 വരുന്നത് ഡിസംബറിലാണ്. അത്രയും മാസം നിങ്ങൾക്ക് ബാക്കി കിടപ്പുണ്ട്. ടയർ 1ന്റെ പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യം നോക്കുക. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. നമ്മൾ ബേസിക്കലി പഠിക്കുന്ന ആൽഫബറ്റിക് കോഡിങ്സ്, ദെൻ നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് യുവർ ഫാദർ ഹാസ് ഓൺലി 1 child. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദാറ്റ് ബോയ് ആൻഡ് യു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. നിങ്ങളുടെ അച്ഛന് ഒരൊറ്റ കുട്ടിയുള്ളെങ്കിൽ എന്താണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം? നിങ്ങളുടെ അച്ഛന് ഒരു കുട്ടിയുള്ളെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബ്ലഡ് റിലേഷൻഷിപ്പ്. ദെൻ ആൽഫബറ്റിക് കോഡിംഗ്, ദേ മേ ആസ്ക് questions are that what is the 22nd letter of English alphabet? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 22ാമത്തെ ലെറ്റർ ഏതാണ് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ലേ? 22ാമത്തെ ലെറ്റർ ഏതാ? സി, V for victory. ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കുന്നത്? V for victory ജയിക്കുമ്പോൾ. സോ V for victory, 22nd letter, it is V. This is the pattern. So this is alphabet codings and blood relationship എന്നൊക്കെ പറഞ്ഞ റീസണിങ്ങിൽ ചോദ്യം ഉണ്ടാകും. 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. 50 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് ഉണ്ടായിരിക്കും. നെഗറ്റീവായിട്ട് നമുക്ക് വരുന്നത് 0.50, അര മാർക്ക് നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് പോകും. ജനറൽ അവയർനെസ് GK വരുന്നത് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്കായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് മാത്സ്. നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ് മാത്സ് ആണ്. സ്പീഡ്, ആവറേജ് എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഈ പറയുന്ന ബേസിക് മാത്സ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. സോ ബേസിക് മാത്സ് പാറ്റേണിൽ 25 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് 50 മാർക്കാണ്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ്, ദാറ്റ് മീൻസ് ഇഡിയംസ്, ഫ്രേസസ്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ഇംഗ്ലീഷ് എക്സാംസിനും പഠിക്കുന്ന നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രേസസ്, ഇഡിയംസ്, ദെൻ കോംപ്രിഹെൻഷൻസ്, പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുക. സോ ദിസ് പാറ്റേൺ 25 questions. Each questions carry 2 marks. That makes it 50 marks. That means your total mark is out of 200 marks. 200 marks ആയിരിക്കും. നമുക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ 1 hour ആണ്, 60 minutes ആണ്. So what you want to do is do practice these type of questions. Practice make you more speed. സ്പീഡ് കൂട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പാറ്റേൺസ് ആയിരിക്കും. ദെൻ നമുക്ക് ഡിസംബറിൽ വരുന്ന അടുത്ത പാറ്റേൺ ആണ് ടയർ 2 എന്ന് പറയുന്ന പാറ്റേൺ. സോ ഡിസംബറിലാണ് ടയർ 2 പാറ്റേൺ വരുന്നത്. ആൻഡ് ടയർ 2ൽ ഓരോ സെക്ഷനും നമുക്ക് 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാൽ മാത്സും റീസണിങ്ങും മാത്രമാണ് സെഷൻ വരുന്നത്. 2ൽ നിന്ന് 30 ചോദ്യങ്ങളായിരിക്കും. 60 ചോദ്യം ടോട്ടൽ ഉണ്ടായിരിക്കും. 3 മാർക്ക് വെച്ച് 180 മാർക്കായിരിക്കും. ദെൻ സെക്കൻഡ് നമ്മുടെ സെഷൻ GKയും ഇംഗ്ലീഷും ആയിരിക്കും. GKയും ഇംഗ്ലീഷിനും നമുക്ക്
ഇംഗ്ലീഷിന് മാത്രം 45 ക്വസ്റ്റ്യൻ, ജി കെക്ക് 25 ക്വസ്റ്റ്യൻ, ടോട്ടൽ 70 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വെച്ച് 210. അതായത് നമ്മൾ ഈ ബേസ് ലെവൽ പഠിച്ച അതേ പാറ്റേണിൻ്റെ തന്നെ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടയർ 2-ലും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻസിന് ഫോക്കസ് വരുന്നത്. സോ നിങ്ങൾ ഈ വർഷം നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഡിസംബർ ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ, നിങ്ങൾക്ക് ഇനി എത്ര മാസങ്ങളുണ്ട്? 6 മാസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 6 മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത വർഷം തുടങ്ങുന്നത് നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരനായിട്ടായിരിക്കും. കാരണം പോസ്റ്റുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു 14,582 പോസ്റ്റുകളാണ് നമുക്കുള്ളത്. സോ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാതെ ജൂലൈ അവസാനം വരെ നമുക്ക് സമയമുണ്ട്, ജൂലൈ തുടക്കം വരെ സമയമുണ്ട്. ജൂലൈ വരെ കാത്തിരിക്കാതെ ജൂൺ അവസാനം തന്നെ ഈ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക. അതായത് ഈ വീക്കിൽ തന്നെ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക. സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.